ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ സംശയത്തിന്റെ നിഴലിൽ നിർത്തി ആരോപണങ്ങളുമായി മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രിൻസിപ്പൽ ഡോക്ടർ പി.കെ. ജബ്ബാർ. ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ 3 തവണ പരിശോധന നടത്തിയെന്നും കാണാതായി എന്ന് പറയപ്പെടുന്ന മോസിലോസ്കോപ്പ് അവിടെ കണ്ടെത്തിയെന്നുമാണ് പ്രിൻസിപ്പൽ ഡോക്ടർ പി.കെ. ജബ്ബാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. ഹാരിസിന്റെ മുറിയിൽ നിന്ന് കാണാതായെന്ന് പറയപ്പെടുന്ന മോസിലോസ്കോപ്പ് കണ്ടെത്തി. എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തത കുറവുണ്ട്. ഉപകരണം പുതിയതാണോ എന്ന് പരിശോധന നടത്തും. ഹാരിസിന്റെ മുറിയിൽ ആരോ കടന്നതായും പ്രിൻസിപ്പൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഹാരിസിന്റെ മുറിയിൽ 3 തവണ പരിശോധന നടന്നുവെന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത്. ആദ്യ പരിശോധനയിൽ ഹാരിസിന്റെ മുറിയിൽ കാണാതായെന്ന് പറയപ്പെടുന്ന മോസിലോസ്കോപ്പ് എന്ന ഉപകരണം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. സർജിക്കൽ ഉപകരണങ്ങളെക്കുറിച്ച് തനിക്ക് വലിയ ധാരണയില്ലാത്തതിനാൽ സർജിക്കൽ ടെക്നിക്കൽ ടീമുമായി വീണ്ടും പരിശോധന നടത്തി. അതിൽ ആദ്യ പരിശോധനയിൽ കാണാത്ത മറ്റൊരു പെട്ടി മുറിയിൽ കണ്ടെത്തി. കൊറിയർ ബോക്സ് പോലെയായിരുന്നു. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ കവർ പൊട്ടിച്ചു. അതിൽ ഉപകരണം കണ്ടെത്തി. അതിനൊപ്പം ഉണ്ടായിരുന്ന പേപ്പറിൽ മോസിലോസ്കോപ്പ് എന്ന് എഴുതിയിരുന്നു. ഇതിനൊപ്പം കണ്ടെത്തിയ ബില്ലിൽ ഓഗസ്റ്റ് 2 എന്ന് എഴുതിയിരുന്നു. എറണാകുളത്തെ സ്ഥാപനത്തിൻ്റെതായിരുന്നു ബില്ലെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. ഇതിനുശേഷം നടത്തിയ പരിശോധനയിൽ ഹാരിസിന്റെ മുറിയിൽ ആരോ കയറി എന്ന സംശയം തോന്നിയതായും പ്രിൻസിപ്പൽ ചൂണ്ടിക്കാണിച്ചു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഇക്കാര്യം ബലപ്പെട്ടു. ചില അടയാളങ്ങൾ കണ്ടിരുന്നു. സംഭവം വിശദമായി പരിശോധിക്കേണ്ടതുണ്ടെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. DME അടക്കമുള്ളവരും പരിശോധനയിൽ ഉണ്ടായിരുന്നു. DMEയുടെ ടെക്നിക്കൽ ടീം വീണ്ടും പരിശോധന നടത്തും. പരിശോധന കഴിഞ്ഞാൽ മാത്രമേ ഉപകരണം ഏതെന്ന് പറയാനാകൂ എന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി.കെ. ജബ്ബാർ വ്യക്തമാക്കി. ഡോക്ടർ ഹാരിസ് നടത്തിയ ഗുരുതര ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ വിശദീകരണം. ഉത്തരവാദിത്തപ്പെട്ടവരല്ലാതെ മറ്റാരും മുറിയിൽ കയറിയിട്ടില്ല. മുറി മറ്റൊരു പൂട്ടിട്ട് പൂട്ടിയത് സുരക്ഷയുടെ ഭാഗമായിട്ടാണ്. ഇന്ന് പരിശോധന പൂർത്തിയാക്കിയാൽ താക്കോൽ ഡോക്ടർ ഹാരിസിനോ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റിനോ കൈമാറും. ഇന്ന് പരിശോധന പൂർത്തിയാകും എന്നും ഡോക്ടർ ജബ്ബാർ പ്രതികരിച്ചു. തന്നെ കുടുക്കാനും വ്യക്തിപരമായി ആക്രമിക്കാനും ശ്രമം നടക്കുന്നതെന്നും ഓഫീസ് മുറി മറ്റൊരു പൂട്ടിട്ട് പൂട്ടിയതിൽ അധികൃതർക്ക് മറ്റെന്തോ ലക്ഷ്യമുണ്ടെന്നുമാണ് ഡോക്ടർ ഹാരിസ് ആരോപിക്കുന്നത്. KGMCTA ഭാരവാഹികൾക്കുള്ള കുറിപ്പിലാണ് ഗുരുതരമായ ആരോപണങ്ങൾ. കുടുക്കാൻ കൃത്രിമം കാണിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു എന്നും ഔദ്യോഗികമായ രഹസ്യരേഖകളടക്കം ഓഫീസ് മുറിയിലുണ്ട് എന്നും അദ്ദേഹം കുറിപ്പിൽ പറയുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിലെ മോസിലോസ്കോപ്പ് എന്ന ഉപകരണം കാണാതായതിൽ അന്വേഷണം വേണമെന്ന് വിദഗ്ധ സമിതി നിർദ്ദേശിച്ചിരുന്നു. ഉപകരണം അവിടെ തന്നെ ഉണ്ടെന്നാണ് നിലവിൽ ഡോക്ടർ ഹാരിസ് പറയുന്നത്. ഉപകരണം കാണാതായെന്ന കണ്ടെത്തലിൽ നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നു.